الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل مثقال ذرة خيرا يره صدق الله مولانا العظيم أحب الناس إلى الله أنفعهم للناس صدق رسول الله صلى الله عليه وسلم. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ അഥവാ KCF-ന്റെ സൗദി അറേബ്യയിലെ സൗദി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണല്ലോ ഈ പരിപാടി ഇന്ന് നടക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി അവന്റെ ദീനിനും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിനും വളരെ വലിയ ഗുണം കിട്ടുന്ന ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ എല്ലാ പ്രവർത്തകന്മാർക്കും KCF പറയുമ്പോൾ സൗദി അറേബ്യയിൽ മാത്രമല്ല, വിവിധ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. KCF-ന്റെ UAE ചാപ്റ്ററിന്റെ ഒരു മണിക്കൂറിലധികം സമയം നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് ക്ലാസ് എടുക്കണം എന്ന് അതിന്റെ പ്രവർത്തകർ പറഞ്ഞപ്പോൾ ഞാന് അതിന് തയ്യാറായിരുന്നു. അൽഹംദുലില്ലാ, ഇപ്പോ എനിക്ക് മനസ്സിലാകുന്നത് ഈ KCF-ന്റെ പ്രവർത്തകര് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ള പ്രവർത്തകർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളാകുമ്പോൾ അധികമായിട്ടും അവരുടെ ഫാമിലി ഇവിടെ നാട്ടിലാണ്, ഭാര്യമാരും മക്കളും ഒക്കെ നാട്ടിലാണ്. അവരെയൊക്കെ ഇവിടെ നാട്ടിലാക്കി കുടുംബം പോറ്റാനുള്ള വഴി അന്വേഷിച്ച് അവർ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ കുടുംബം പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ, ശമ്പളത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു വിഹിതം എന്തായാലും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെക്കണം എന്ന ചിന്ത ഈ KCF-ന്റെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് വളരെ വലിയ ഒരു ബറക്കത്താണ്, വളരെ വലിയ നിഅമത്താണ്. അല്ലാഹു തആല ആ ബറക്കത്തും നിഅമത്തും നിലനിർത്തി തരുമാറാവട്ടെ എന്നുകൂടി ഞാൻ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ പരിപാടിയിൽ ഒന്ന് സംബന്ധിക്കാൻ സാധിക്കുമോ എന്ന് എന്റെ സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് മർക്കസു സഖാഫത്തി സുന്നിയയിൽ സഖാഫി ബിരുദത്തിന് പഠിച്ചപ്പോ ഉള്ള അടുത്ത കൂട്ടുകാരനുമായ ബഹുമാനപ്പെട്ട ഉമർ സഖാഫി വിട്ടില എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു നിലക്കും സൗകര്യപ്പെടൂല. കാരണം ഞാൻ 2018 മഞ്ചേരിയില് അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ ബാർ കൗൺസിലില് ഒരു വക്കീലായിട്ട് എൻറോൾ ചെയ്തതിനു ശേഷം ഈ കാലം വരെ വെള്ളിയാഴ്ച കോടതിയിൽ കേസിന് പോയിട്ടില്ല. ഈ റജബ് 1-ാമത്തെ വെള്ളിയാഴ്ച ഇന്ന് എനിക്ക് കോഴിക്കോട് പോക്സോ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന് ഞാൻ തന്നെ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. ആ കേസ് ഇന്നേക്ക് പോസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞപ്പോ വളരെയധികം എന്നെ അലട്ടിയ 2 വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പടച്ചോനെ, ഈ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ജുമഅ നഷ്ടപ്പെടുമോ? ഈ ജുമഅന്റെ സമയത്ത് കോടതിയിൽ പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കേണ്ടി വരുമോ എന്നുള്ള ഒരു സങ്കടമായി. രണ്ടാമത്തെ ഒരു സങ്കടം, ഇനി കോടതിയിൽ നിന്നൊക്കെ കഴിഞ്ഞു വന്നാല് ഈ KCF-ന്റെ പ്രവർത്തകർ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്,
ആ പരിപാടിയിൽ അവരെ അഭിസംബോധന ചെയ്ത് ഒരു 5-10 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടുക എന്നുള്ളതായിരുന്നു. വളരെ വലിയ അത്ഭുതം. സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. 11 മണിക്ക് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജി ഇരുന്നു. ഉടനെ തന്നെ ആദ്യത്തെ നമ്പറായി കേസ് എന്റെ കേസ് തന്നെ വിളിച്ചത് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് കേസ് മതിയാക്കി. എനിക്ക് ജുമഅക്ക് സാധാരണ ജുമഅക്ക് പോണ സമയമായപ്പോഴേക്ക് കോഴിക്കോട്ടുനിന്ന് 45 കിലോമീറ്റർ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഇവിടെ വന്ന് ജുമഅ കഴിഞ്ഞ് ഇപ്പൊ അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിൽ നിങ്ങളെ ഈ പരിപാടിയിൽ കൂടാൻ സാധിച്ചു. അതിന് ഒരു കാരണം ഈ KCF-ന്റെ പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥതയും ഈ സംഘടനയുടെ ബറക്കത്തുമാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും ബറക്കത്ത് ഏറ്റിത്തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. ഒരു 5-6 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല കാന്തപുരം ഉസ്താദിന്റെയും നമ്മുടെ എല്ലാ നേതാക്കളുടെയും സാദാത്തുക്കളുടെയും നമ്മുടെ ഉലമാക്കളുടെയും ഒക്കെ സേവനം ഇനിയും ഒരുപാട് കാലം ഈ ദീനിന് വളരെ വലിയ ഒരു സഹായമായി അല്ലാഹ് നിലനിർത്തി തരുമാറാവട്ടെ. അവർക്കും നമുക്കും ഒക്കെ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ തവ്വലല്ലാഹു ഉംറഹു ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഒരു 5-6 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ ദമാമ്, റിയാദ്, അതേപോലെ തന്നെ അൽഹസ തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി ഒരാഴ്ച നീളുന്ന ഒരു യാത്രക്ക് വേണ്ടി വന്നു. അവിടെ ഞാൻ ആലോചിക്കുകയാണ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ സ്വീകരിക്കാൻ, സുൽത്താനുൽ ഉലമ പറയുന്ന സുന്നത്തി ജമാഅത്തിന്റെ വിഷയങ്ങൾ കേൾക്കാൻ ഈ കേരളത്തിലെ ചുറുചുറുക്കുള്ള സുന്നത്തി ജമാഅത്തിന്റെ ചെറുപ്പക്കാര് അഥവാ ഗൾഫിലൊക്കെ ICF-ന്റെ പ്രവർത്തകന്മാര് എങ്ങനെ ഒരുമിച്ച് കൂടുന്നുവോ അതേപോലെ ഒരുമിച്ച് കൂടുകയും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് പറഞ്ഞ ഉപദേശങ്ങൾ മുഴുവൻ ശരിക്കും കേൾക്കുകയും ശിരസാ വഹിക്കുകയും മാത്രമല്ല ചില പദ്ധതികൾ ശൈഖുന മുന്നോട്ട് വെച്ചപ്പോൾ അതങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തവരും കൂടിയാണ് KCF-ന്റെ സൗദിയിലെ പ്രവർത്തകന്മാർ എന്നത് എനിക്ക് നേരിട്ട് ഉണ്ടായ ഒരനുഭവവും കൂടിയാണ് എന്ന വസ്തുത ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അൽഹംദുലില്ലാ, കർണാടക കൾച്ചറൽ ഫോറം ഇവിടെ ഈ 8 വർഷം അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കി. ഇനി 9ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് KCF ഈ 9ാം വർഷത്തെ തങ്ങളുടെ ടാർഗറ്റായി അല്ലെങ്കിൽ പ്രവർത്തന ലക്ഷ്യമായി തീരുമാനിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ തബറുക്കിന് വേണ്ടി എന്നോട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അത് പ്രഖ്യാപിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പ്രഖ്യാപിക്കുന്ന ആളുടെ പവറല്ല, മറിച്ച് ഇത്തരം സംഗതികൾ നമുക്ക് ചെയ്യണം, ചെയ്തേ തീരൂ. അത് പൂർത്തിയാക്കാൻ എന്താ വേണ്ടത്? ഞങ്ങൾ അതിന് തയ്യാറാണ്, ഞങ്ങൾ അതിന് തരാൻ തയ്യാറാണ്, ഞങ്ങൾ അതിന് വിശ്രമമില്ലാതെ അഹോരാത്രം പരിശ്രമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഈ KCF-ന്റെ പ്രവർത്തകർ തന്നെയാണ് ഇതിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്ന ആ തുടക്കത്തിൽ ഞാൻ ഓതി വച്ച ഒരായത്തും അതുപോലെ ചെറിയൊരു ഹദീസും ഒരു 2 മിനിറ്റിൽ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പദ്ധതി പ്രഖ്യാപിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഏതൊരു മനുഷ്യനും വളരെ ചെറിയ ഒരു അണുമണി തൂക്കം എന്നാണ് പണ്ടൊക്കെ ഉസ്താദുമാർ അർത്ഥം പറഞ്ഞാൽ. ഒരു അണുമണി തൂക്കം നല്ല കാര്യം ചെയ്താൽ നാളെ പരലോകത്തിൽ എത്തുമ്പോ ഏതായാലും അതിന്റെ ഫലം കാണും. മാത്രമല്ല ദുനിയാവ് തന്നെ അതിന്റെ ഗുണം കാണും എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഞാൻ ഒരൊറ്റ ചെറിയ സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളവരാണ്. മഹാനവർകളുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ കേട്ടവരും പഠിച്ചവരും
എല്ലാം എൻ്റെ മുന്നിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹിമഹുല്ല വഫാത്തായി. കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്ത് ബഹുമാനപ്പെട്ട ഖസാലി ഇമാമിനെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കാണുമ്പോൾ നമുക്കറിയും ഓരോരുത്തർക്കും അവർക്ക് താല്പര്യമുള്ള വിഷയമാണല്ലോ ചോദിക്കുക. പണ്ടൊരാള് അസ്രായിലിനെ കണ്ടപ്പോ, ഉറക്കത്ത് കണ്ടപ്പോ അസ്രായിലിനോട് ചോദിച്ചു എന്ന് അറിയണത്, ഞാൻ എപ്പോഴാ മരിക്കുക എന്ന് ചോദിച്ചു. അസ്രായിൽ എന്ത് ചെയ്യൂന്നറിയോ? കൈ ഇങ്ങനെ 5 എന്ന് അടയാളപ്പെടുത്തണേ, അഥവാ 5 വിരലും ഇങ്ങനെ നിവർത്തി, കൈപ്പത്തി നിവർത്തി തുറന്ന് കാണിച്ചു കൊടുത്തു എന്നറിയും. അതോടുകൂടി ഈ സ്വപ്നം കണ്ട ആള് ഉണർന്നുപോയി. അയാളാകെ ബേജാറായി. പടച്ചോനെ, എന്താണ് ഇപ്പൊ അസ്രായിൽ പറഞ്ഞത്? ഞാൻ എപ്പോഴാ മരിക്കാന്ന് ചോദിച്ചതിന് 5 വിരല് തുറന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം 5 ദിവസത്തിന് ശേഷം എന്നാണോ? 5 ആഴ്ചക്ക് ശേഷം എന്നാണോ? 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കും എന്നാണോ? അയാൾക്ക് ആകെ വല്ലാതെ വിഷമമായി. എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നുള്ളത് കഥ ലേശം നീണ്ടതാണ്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സൂചന കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അത് പിന്നെ പറയും. ഞാൻ ആ ഉദാഹരണം ഇപ്പൊ ഇവിടെ പറഞ്ഞത്, അസ്രായിലിനെ കണ്ടപ്പോ അയാൾക്ക് ചോദിക്കാണ്ടായത് എന്റെ ആയുസ് എത്രയാണ്, ഞാൻ എപ്പോഴാ മരിക്കുക. ഇതേപോലെ ഖസാലി ഇമാമിനെ സ്വപ്നത്ത് കണ്ട ആൾക്ക് അദ്ദേഹം ഖസാലി ഇമാമിനോട് ചോദിച്ചു, ഇമാം അവറുകളെ, നിങ്ങളെ ഇഹ്യാ ഉലൂമുദ്ദീൻ ലോകത്തൊട്ടാകെ ഈ ദീനിനെ ഹയാത്താക്കി നിർത്തുന്ന ഗ്രന്ഥമാണ്. അതുപോലെ നിങ്ങൾ സുന്നത്തി ജമാഅത്തിന് വേണ്ടി അങ്ങേയറ്റം പോരാടിയ വ്യക്തിയാണ്. മരണത്തിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്പെട്ട ഒരു നല്ല കാര്യമായി ബോധ്യപ്പെട്ടത്, ഏറ്റവും നല്ല കാര്യമായി ബോധ്യപ്പെട്ട സംഗതി എന്താണ് എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇഹ്യാ ഉലൂം ആ കിതാബ് ഉണ്ടാക്കിയതും മറ്റു കിതാബുകൾ ഉണ്ടാക്കിയതും ഞാൻ ദർസ് നടത്തിയതും എല്ലാം ഫലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ നിസ്സാരമാണ് എന്ന് തോന്നുന്ന ഒരു സംഗതി എനിക്ക് അങ്ങേയറ്റം ഫലം ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഗതി ഏതാണ് എന്ന് ഇദ്ദേഹം ചോദിച്ചു. അപ്പൊ ഖസാലി ഇമാം പറയാണ്, ഞാൻ ഒരു ദിവസം രാത്രി ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വളരെ ചെറിയ ഒരു ചെറിയ ജീവി, ഒരു അണുവിന്റെ അത്ര വലിപ്പമുള്ള ചെറിയ ഒരു പ്രാണി, ആ പ്രാണി വന്നുകൊണ്ട് എന്റെ പേനയിലെ മഷി കുടിക്കാൻ വേണ്ടി ഈ എഴുതുന്ന ഭാഗമായ ആ നിബ്ബുമല് വന്നിരുന്നു. ആ ചെറിയ പ്രാണിയെ കാണാൻ തന്നെ പ്രയാസമാണ്. അത്രയും ചെറിയ ഒരു പ്രാണി എന്റെ പേനത്തുമ്പിൽ വന്ന് ഇരുന്നപ്പോ, അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഞാൻ കരുതി, പടച്ചോനെ, ദാഹിച്ചിട്ടായിരിക്കും ഈ പ്രാണി എന്റെ പേനാതുമ്പിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് എഴുത്ത് നിർത്താം. എത്ര നേരം ഈ ചെറിയ ജീവി ഈ മഷി കുടിക്കുന്നുവോ അത്രയും സമയം ഞാൻ ഈ പേന അനക്കാതെ പിടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ പിടിച്ചു കൊടുത്തു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ആ പ്രാണിക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറി പ്രാണി പറന്നുപോയി. അതിന്റെ ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ഖസാലി ഇമാമ് പറയാണ്, മരിച്ചു വന്ന് ഞാൻ ഇവിടെ പരലോകത്തെത്തിയപ്പോൾ അന്ന് ഞാൻ വളരെ നിസ്സാരമായി കണ്ട ആ സംഗതി ഇവിടെ വന്നു നോക്കുമ്പോൾ വളരെ വലിയ ഒരു പുണ്യകാര്യമായി എന്നെ കാണിക്കപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, KCF-ന്റെ പ്രവർത്തകരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, ഇന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ 10 ഇന പരിപാടികൾ, ഇത് എല്ലാം തന്നെ ഖൈറിന്റെ വിവിധ രൂപങ്ങളാണ്, ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഇതിന് നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി സഹായിക്കണം, സഹകരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ആ ഖുർആന്റെ ആയത്തിന്റെ കൂടെ ഞാനൊരു ഹദീസും കൂടി ഓതിയിരുന്നു. അഥവാ അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് ആരെ കൊണ്ടാണോ,
ജനങ്ങൾക്ക് ആരെ കൊണ്ടാണോ ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്നത് അവരെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ജീവിക്കുന്ന ഉദാഹരണം പ്രിയപ്പെട്ട KCF-ന്റെ പ്രവർത്തകരെ നമ്മുടെ മുമ്പിലില്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് കേവലം ഒരു മുദർരിസായി ഒരു പള്ളിയിൽ ദർസുമായി കൂടിയിരുന്നെങ്കിൽ ഈ കാണുന്ന മർക്കസ്, നോളജ് സിറ്റി, ബഹുമാനപ്പെട്ട ശൈഖ്നയുടെ ശിഷ്യന്മാര് തന്നെ ഉണ്ടാക്കിയ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നോ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് അറിവ് നൽകുന്നില്ലേ? പതിനായിരക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്നില്ലേ? എത്രയോ പാപങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നില്ലേ? ഇതൊക്കെ സാധിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഖവ്വലല്ലാഹു ഉംറഹു മഹാനവറുകൾ ഈ ഒരു രീതിയിൽ ചിന്തിച്ചത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ KCF-ന്റെ ഊർജം, അതേപോലെ ICF-ന്റെ ഊർജം, നമ്മുടെ സുന്നത്തിയമായത്തിന് കിട്ടുന്ന ശക്തി അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയിൽ നിന്നാണ്, മർഹൂം താജുൽ ഉലമയിൽ നിന്നാണ്, നൂറുൽ ഉലമയിൽ നിന്നാണ്. വഫാത്തായി പോയ നമ്മുടെ നേതാക്കന്മാരുടെ ഒക്കെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ് അവരൊക്കെ വഫാത്തായി പോയി. നമ്മുടെ ദക്ഷിണ കനറയിൽ സുന്നത്തിയമായത്തിന് അങ്ങേയറ്റത്തെ സപ്പോർട്ടും സഹായവുമായിരുന്നു അവരുടെ ഒക്കെ ഖബർ അല്ലാഹു തആല സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് കൂടി ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ നമ്മുടെ കഴിവിന്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാനും ആ വിഷയകമായി ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുമാണ് ഇൻഷാ അല്ലാഹ് ഈ 9ാം വർഷത്തെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രവർത്തനമായി നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തുന്ന 10 കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, നമ്മുടെ കർണാടകയിൽ നമുക്കറിയാം, നോർത്ത് കർണാടകയിൽ മുസ്ലിമീങ്ങൾ യഥേഷ്ടമുണ്ട് എങ്കിലും പക്ഷേ റമദാൻ മാസത്തിൽ പള്ളിയിൽ വെച്ച് ളുഹറിന് അല്ലെങ്കിൽ ജുമഅക്ക് കാണുന്ന ഉസ്താദിനെ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്ന ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് നോർത്ത് കർണാടകയിലെ ചില പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റമദാന്റെ 1ാമത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ വയലുറഞ്ഞ ഉസ്താദിനോട് ഭക്ഷണം കഴിക്കാൻ എന്റെ കൂടെ വീട്ടിക്ക് പോരി എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ദീനിനെ പറ്റിയുള്ള അറിവ് വളരെ കുറവാണ്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അധികമായി പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. ആ നോർത്ത് കർണാടകയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൾച്ചറൽ വില്ലേജ്, അതിന് ഇഹ്സാൻ സെന്റർ എന്ന് നമ്മൾ പ്രത്യേകം പേരിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 9ാം വർഷം നമുക്ക് ആ കൾച്ചറൽ വില്ലേജ് എന്നത് സാക്ഷാത്കരിക്കണം എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമതായി, നമുക്ക് ഒരുപാട് സാധുക്കളുണ്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ. പ്ലാസ്റ്റിക് ശീല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കടലാസ് ഏതെങ്കിലും വടിയുടെ തലക്കൽ വെച്ച് കെട്ടി പറന്നു പോകാതിരിക്കാൻ വേണ്ടി കയറുമൽ കല്ല് കെട്ടി തൂക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ പാവങ്ങൾക്ക് വേണ്ടി സൗകര്യമായ രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള നമ്മുടെ ദാറുൽ അമാൻ എന്ന പദ്ധതിയാണ്. അതാണ് നമ്മുടെ 2ാമത്തെ പരിപാടി. 3ാമത്തത്, വിദ്യാർത്ഥികളാകാൻ നല്ല താല്പര്യമുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള, എളുപ്പം പഠിക്കാൻ കഴിവുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ദാരിദ്ര്യം കാരണമായി പഠിക്കാൻ പറ്റാതെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിട്ടുപോകുന്നവരാണ്. അത്തരം വിദ്യാർത്ഥികളെ കണ്ടെത്തി അത്യാവശ്യക്കാരാണ് എന്ന് തോന്നുന്നവർക്ക് സാധിക്കുന്ന വിദ്യാഭ്യാസ സഹായം നൽകുക എന്ന അടിസ്ഥാനത്തിൽ 3ാമത്തെ നമ്മുടെ പദ്ധതി സ്റ്റുഡന്റ് സ്കോളർഷിപ്പാണ്. 4ാമത്തത്, നമുക്കറിയാം, ഈ കൊറോണ കൊണ്ടും അല്ലാതെയുമൊക്കെ എത്രയോ ആളുകൾ സോക്കടായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, കൊറോണ വന്നപ്പോൾ നേരത്തെ കിഡ്നി കേടുവന്ന് ഡയാലിസിസ് ചെയ്തിരുന്ന ആളുകൾക്ക് ഡയാലിസിസിന് സൗകര്യമില്ലാതായി പോയി. അങ്ങനെ ഡയാലിസിസ് രോഗികൾക്ക് വരെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. സാധിക്കുന്ന അത്ര ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമുള്ള രോഗികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി 4ാമത്തെ നമ്മുടെ പദ്ധതി കെയർ ഫോർ സിക്ക് എന്ന അടിസ്ഥാനത്തിൽ ഈ രോഗികൾക്ക് ഡയാലിസിസ് സംവിധാനം ചെയ്യുക എന്നതാണ്. നമ്മുടെ 10 പരിപാടിയിലെ 5ാമത്തത്, വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ
ഉദാഹരണമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ, നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്കൊന്ന് ദാഹിച്ചാല് വെള്ളം കുടിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. നമ്മുടെ കുട്ടികൾ നട്ടുച്ച സമയത്ത് പോലും കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത് ഞാനടക്കം നിങ്ങളടക്കം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം, അതിനൊരു വാട്ടർ കൂൾ സ്ഥാപിക്കുന്ന കെഞ്ചിങ് ടേസ്റ്റി എന്ന പരിപാടിയാണ് നമ്മുടെ 5ാമത്തെ പരിപാടി. പിന്നീട് നമ്മൾ മറ്റൊരു പരിപാടി ഉദ്ദേശിക്കുന്നത്, നമ്മൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന മറ്റനേകം ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാത്ത പ്രയാസമുണ്ട്, കിണറില്ലാത്തതുണ്ട്. പലർക്കും അവിടെ വെള്ളം കിട്ടണമെങ്കിൽ ബോർവെല്ല് വേണം. മറ്റു ചില ആളുകൾക്ക് കിണർ ഒഴിക്കാൻ സൗകര്യമില്ല. ഇതിനൊക്കെ വേണ്ടി നമ്മൾ മറ്റൊരു പരിപാടിയാണ് ബ്ലോ ഔട്ട് ദി വാട്ടർ എന്നൊരു പരിപാടി. അതേപോലെ തന്നെ ഗൾഫിലൊക്കെ വന്ന് കുടുങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ 8ാമത്തെ പരിപാടി അടയാളപ്പെടുത്തുന്നത് സേഫ് ജേണി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ വളരെയധികം കുടുങ്ങുന്ന, പ്രയാസപ്പെടുന്ന നമ്മുടെ കർണാടകയിലെ സഹോദരന്മാർക്ക് യാത്രക്ക് കഴിയാതെ അവർ ബുദ്ധിമുട്ടുമ്പോൾ അതിനാവശ്യമുള്ള ടിക്കറ്റുകൾ നൽകുക എന്നതാണ്. പിന്നീട് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്ന മറ്റൊരു പരിപാടി എന്താണ്? നമ്മുടെ വീടുകളിൽ, അതുപോലെ നമ്മുടെ ഉമ്മമാരിൽ നമ്മുടെ ദീനി ദഅവത്ത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ അവർക്ക് എത്തിച്ചു നൽകേണ്ടതുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ എത്തിച്ചു നൽകിയാൽ എത്രയോ ഉമ്മമാർ, വീട്ടുകാർ തീർച്ചയായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ അവരുടെ ആ സഹായം, നമ്മൾ നൽകുന്ന ഈ സഹായം ഉപയോഗപ്പെടുത്തും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബോൺ ടു റീഡ് എന്ന പേരിൽ, വായിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന അർത്ഥം വെച്ചുകൊണ്ട് ആ ഒരു മുദ്രാവാക്യത്തോടെ ഇസ്ലാമിക പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ വായനക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനവും, അതേപോലെ നമ്മുടെ ഈ പരിപാടികളിൽ മറ്റൊരു പരിപാടിയാണ് ലിവ് ലോങ് ബി സ്ട്രോങ് എന്ന നമ്മുടെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മാനുഷിക അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സ്, ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പല രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ജീവിത രീതി, അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർക്ക് കൂടുതൽ എംപവർമെന്റ് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ലിവ് ലോങ് ബി സ്ട്രോങ് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള ഏതാനും പരിപാടികളാണ് 9ാമത്തെ വർഷത്തിൽ 9 പരിപാടികളാണ് നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തകന്മാര് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം വിഷയങ്ങളുമായി സഹകരിക്കാനുള്ള എല്ലാ സംവിധാനവും, അതിനുള്ള തയ്യാറെടുപ്പുകളും, അതിനുള്ള കഴിവും, അതിനുള്ള തൗഫീഖും നൽകുമാറാവട്ടെ എന്ന് മാത്രമേ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല KCF-ന്റെ ഈ പ്രവർത്തനങ്ങൾ വളരെ വലിയ വിജയമാക്കി തരുമാറാവട്ടെ. ഇതിലേക്ക് മറ്റുള്ള ചെറുപ്പക്കാർക്ക് കൂടി കടന്നു വരാൻ, ഇന്ന് ഇതിന്റെ പ്രവർത്തകരായ ആളുകൾക്ക് മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും അവർക്ക് നേതൃത്വം നൽകാനും കൂടിയുള്ള കഴിവ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ സംസാരിച്ച് എനിക്ക് തോന്നുന്നത് കാമണിക്കൂർ എന്ന് പറഞ്ഞത് അരമണിക്കൂർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. സമയം വൈകിയതിനാൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.